അപ്പോൾ നമ്മൾ നമ്മുടെ ക്ലാസിക്കൽ മെക്കാനിക്സ് ലഗ്രാഞ്ചസ് മെക്കാനിക്സിലേക്ക് കടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് ഡി-അലംബർട്ട്സ് പ്രിൻസിപ്പിൾ എന്താ ലഗ്രാഞ്ചസ് ഇക്വേഷൻ. ഇത് രണ്ടും ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് എനിക്ക് ഡൗട്ടാണ്. അപ്പം ആദ്യം നമുക്ക് ഡി-അലംബർട്ട്സ് പ്രിൻസിപ്പിൾ ഡിസ്കസ് ചെയ്യാം. മീൻസ് മെയിൻ ടെക്സ്റ്റിൽ ഹെഡിങ് ഒരുമിച്ചാണ്, അപ്പോൾ അതേപോലെ എഴുതാം. ഇത് നിങ്ങൾ കുറച്ച് കഴിഞ്ഞ് സൈഡ് ഹെഡിങ് ആയിട്ട് ലഗ്രാഞ്ചസ് ഇക്വേഷൻ എന്ന് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഡി-അലംബർട്ട്സ് പ്രിൻസിപ്പിൾ നിങ്ങൾ ഡിഗ്രി ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പം എന്താണ് ആദ്യം ഡി-അലംബർട്ട്സ് പ്രിൻസിപ്പിൾ, അതിൻ്റെ ആ ഡെറിവേഷൻ വരുന്നത് ജസ്റ്റ് ലാസ്റ്റ് നമുക്ക് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ് ചെയ്യാം. അപ്പോൾ അതിന് മുന്നേ നമ്മൾ അതിലേക്ക് കടക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ വെർച്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് കൺസിഡർ ചെയ്യുകയാണ്. അപ്പം എന്താണ് വെർച്വൽ ഡിസ്പ്ലേസ്മെൻറ്റ്? ഞാൻ ജസ്റ്റ് വെർച്വൽ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡെഫിനിഷൻ പറയാം. എ വെർച്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് എ സിസ്റ്റം റെഫേഴ്സ് ടു എ change in the configuration of the system as a result of any arbitrary infinitesimal change of the coordinate delta Ri at a constant time t. അപ്പോൾ വെർച്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് പറഞ്ഞല്ലോ ആദ്യം തന്നെ ഒരു ഇൻഫിനിറ്റിസിമൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഇൻഫിനിറ്റിസിമൽ പറഞ്ഞാൽ അത്രയും മൈന്യൂട്ട് ആയിട്ടുള്ളതാണ്, അത്രയും സ്മോൾ എമൗണ്ട് ഓഫ് ഡെൽറ്റ Ri നമുക്ക് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഞാൻ പറയണ്ടല്ലോ. മീൻസ് ഇൻഫിനിറ്റിസിമൽ പറഞ്ഞാൽ മൈന്യൂട്ടാണ്, അത്രയും മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അപ്പം ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് പറഞ്ഞാൽ എന്താണ്? സ്പേസിൽ എപ്പോഴും ഒരു മോഷൻ ഉണ്ടാവുക അല്ലെങ്കിൽ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവുക, അതാണ് എന്ത്, അല്ലെങ്കിൽ ഈ കോർഡിനേറ്റ്സിന് ചേഞ്ച് ഉണ്ടാവുക. അതായത് ഇവിടെ ഇപ്പോൾ ഒരു കോർഡിനേറ്റ്സ് ഉള്ളതിന് ചേഞ്ച് ഉണ്ടാവുന്നതാണ് എന്ത്, നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് പറഞ്ഞ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ വെർച്വൽ ഡിസ്പ്ലേസ്മെൻറ്റിൽ നമ്മളെ ടൈമിന് എന്തുണ്ടാവില്ല, ചേഞ്ച് ഉണ്ടാകുന്നില്ല. അറ്റ് എ ടൈം ടി, ആ ടൈമിലുള്ള ഒരു സ്മോൾ ഡെൽറ്റ Riയിലുള്ള കോർഡിനേറ്റ്സ് ചേഞ്ചാണ് എന്ത്, വെർച്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ വെർച്വൽ ഡിസ്പ്ലേസ്മെൻറ്റിൽ ഉണ്ടാകുന്ന ഫോഴ്സ്, ആ ഒരു വെർച്വൽ ഡിസ്പ്ലേസ്മെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഫോഴ്സും കൺസ്ട്രെയിൻറ്റും അറ്റ് എ കോൺസ്റ്റൻറ്റ് ടൈമിൽ ആ സിസ്റ്റത്തിൽ ഇമ്പോസ് ചെയ്തായിരിക്കും. ആ ഒരു കോൺസ്റ്റൻറ്റ് ടൈമിൽ ഇമ്പോസ് ചെയ്തതായിരിക്കും എന്തുണ്ട്, വെർച്വൽ ഡിസ്പ്ലേസ്മെൻറ്റിൽ ഉണ്ടാകുന്ന ഫോഴ്സും കൺസ്ട്രെയിൻസും ഓക്കെ അല്ലേ. ഇനി ഈ വെർച്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് മനസ്സിലാവാൻ കുറച്ചുകൂടെ ആക്ച്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണെന്നുകൂടെ നോക്കാം. ആക്ച്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് അപ്പോൾ എന്തായിരിക്കും? അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയാം. ആക്ച്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് the actual displacement of the system occurring in a time interval dt with a distance എന്താണ്, dRi. അപ്പോൾ വെർച്വൽ ഡിസ്പ്ലേസ്മെൻറ്റിൽ ഡെൽറ്റ Riയും ഇതിൽ dRiയുമാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ടൈം ചേഞ്ച് നോക്കുക. ആക്ച്വൽ ഡിസ്പ്ലേസ്മെൻറ്റിൽ പറഞ്ഞാൽ നമ്മൾ പണ്ട് 8ാം ക്ലാസ്സിലും 9ിലൊക്കെ ഗ്രാഫ് വരച്ചിട്ടുണ്ട്. ഒരു കാറ് ദിസ് പോയിൻറ്റ് ടു ദിസ് പോയിൻറ്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ ഇവിടെയുള്ള പൊസിഷൻ മാറുന്നതിനനുസരിച്ച് നമ്മൾ ടൈം ഈസ് റെപ്രസെൻറ്റഡ് വിത്ത് T1 T2 വിച്ച് ഈസ് ഡിനോട്ടഡ് ബൈ dt. അപ്പോൾ ആക്ച്വൽ ഡിസ്പ്ലേസ്മെൻറ്റിൽ അവിടെ ടൈമും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, വാരി ചെയ്യുന്നുണ്ട്. ബട്ട് ഇൻ വെർച്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് അറ്റ് എ കോൺസ്റ്റൻറ്റ് ടൈമിൽ, അതായത് അത്രയും മൈന്യൂട്ടാണ് ആ ഒരു ടൈമിൽ ഉണ്ടാവുന്ന ഒരു ചേഞ്ച്, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവുക. അപ്പോൾ ഈ ആക്ച്വൽ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ കേസിൽ അതിലുണ്ടാകുന്ന ഫോഴ്സും കൺസ്ട്രെയിൻസും എന്തൊക്കെ മേ ബി ചേഞ്ച് ചെയ്തതെന്ന് വരാം, ചേഞ്ച് ചെയ്തില്ല എന്ന് വരാം. അപ്പോൾ മേ ബി ചേഞ്ചിങ്. അപ്പോൾ വെർച്വൽ ഡിസ്പ്ലേസ്മെൻറ്റിൽ അറ്റ് എ കോൺസ്റ്റൻറ്റ് ടൈമിൽ അതിൽ ഇമ്പോസ്റ്റ് ചെയ്തതാണ്, അത് മിക്കവാറും ചേഞ്ച് ചെയ്യില്ല. കാരണം ആ ടൈം വാരി ചെയ്യാനൊന്നും അവിടെ സമയമില്ല, അത്രയും മൈന്യൂട്ടായിട്ടാണ് അവിടെ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വെർച്വൽ ഡിസ്പ്ലേസ്മെൻറ്റിൽ ഡെൽറ്റ Ri, ആക്ച്വൽ ഡിസ്പ്ലേസ്മെൻറ്റിന് കറസ്പോണ്ടിങ് dRi, അതിൻ്റെ ടൈം ചേഞ്ച് ഇവിടെ ഇല്ല, അറ്റ് ഇൻസ്റ്റൻറ്റ് ടൈം t ആണ്, ഇവിടെ ടൈം ചേഞ്ച് dt. അപ്പോൾ വെർച്വൽ ഡിസ്പ്ലേസ്മെൻറ്റും ആക്ച്വൽ ഡിസ്പ്ലേസ്മെൻറ്റും ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുക. നമ്മൾ ഡി-അലംബർട്ട്സ് പ്രിൻസിപ്പിളിലേക്ക് പോവുകയാണ്. ഫസ്റ്റ് നമ്മൾ അതിൻ്റെ പ്രൂഫ് നോക്കുകയാണ്. അപ്പോൾ അത് പ്രൂഫ് പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ സപ്പോസ് ദ സിസ്റ്റം ഈസ് ഇക്വിലിബ്രിയം എന്ന് അസ്യൂം ചെയ്യുക. അസ്യൂം ദാറ്റ് അവർ സിസ്റ്റം ഈസ് ഇൻ ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയം മീൻസ് എന്താണ്, ആ ഒരു സിസ്റ്റത്തിൽ ടോട്ടൽ ഫോഴ്സ് എന്ത് ചെയ്യും, അല്ലെങ്കിൽ നെറ്റ് ഫോഴ്സ് വാനിഷ് ചെയ്യും. ദാറ്റ് ഈസ് Fi is equal to 0. അപ്പം Fi 0 മീൻസ് Fi ഡോട്ട് ഡെൽറ്റ Ri പറഞ്ഞാൽ എന്താണ്, F ഡോട്ട് എസ് എന്താണ്, വർക്ക്. അപ്പം ഡെൽറ്റ Ri പറഞ്ഞാൽ ഇവിടെ വെർച്വൽ വർക്കാണ്. അപ്പോൾ വെർച്വൽ വർക്കിന് കറസ്പോണ്ടിങ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് നമ്മളെ വെർച്വൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ വെർച്വൽ ഡിസ്പ്ലേസ്മെൻറ്റിൽ ആ ഫോഴ്സ് ആക്ട് ചെയ്യുന്നതിന് നമ്മൾ വെർച്വൽ വർക്ക് എന്ന് പറയും.
അപ്പം ആസ് യൂഷ്വൽ അല്ലെങ്കിൽ യൂഷ്വലി എഫ് ഐ ഡോട്ട് ഡെൽറ്റ ആർ ഐ എന്തായിരിക്കും 0 ആയിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ നമ്മുടെ ടോട്ടൽ നമ്മളിപ്പോൾ ഒരു പാർട്ടിക്കിൾ അല്ലേ കൺസിഡർ ചെയ്തത്. അപ്പം നമ്മൾ ഓൾ ദ പാർട്ടിക്കിൾ ആ ഒരു സിസ്റ്റത്തിലിപ്പോൾ ഒരുപാട് പാർട്ടിക്കിൾസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഒരു പാർട്ടിക്കിളാണ് കൺസിഡർ ചെയ്തതിൽ അതിൽ ഒരുപാട് പാർട്ടിക്കിൾസ് ഉണ്ടാവും. ഇങ്ങനെ വരയ്ക്കാനൊന്നും കഴിയില്ല, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടാവും. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസിൽ ആക്ട് ചെയ്യുന്ന വെർച്വൽ വർക്ക് എന്തായിരിക്കും? 0 ആയിരിക്കും. പുട്ട് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 0. സിഗ്മ എഫ് ഐ ഡോട്ട് ഡെൽറ്റ ആർ ഐ ഇസ് ഈക്വൽ ടു 0. പുട്ട് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, അപ്പോൾ ഈ എഫ് ഐ പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ ഫോഴ്സാണ്. ഈ ടോട്ടൽ ഫോഴ്സ് എപ്പോഴും വാനിഷ് ആവും. നമ്മൾ എടുക്കുകയാണ് ഈ ടോട്ടൽ ഫോഴ്സ് എഫ് ഐ ബി ദ സം ഓഫ് അപ്ലൈഡ് ഫോഴ്സ് ആൻഡ് ദ ഫോഴ്സ് ഓഫ് കൺസ്ട്രെയിൻ. ടോട്ടൽ ഫോഴ്സ് എഫ് ഐ ഇസ് ദ സം ഓഫ് applied force and force of constraint, where Fi of A is the applied force and Fi is the force of constraint. Then Fi is equal to Fi of A plus Fi. Put it as equation number 2. Substitute equation 2 in 1. Then equation 1 becomes എന്തായിരിക്കും? ഞാനത് സ്പ്ലിറ്റ് ചെയ്തായിട്ട് എഴുതിയത്. അപ്പോൾ ആക്ച്വലി ഇത് ബ്രാക്കറ്റിലാക്കി എഴുതിയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയാലും അത് ഇക്വേഷൻ 1 becomes സിഗ്മ ഐ Fi of A dot delta Ri plus സിഗ്മ ഐ. എഫ് ഐ മീൻസ് ഈ ഫോഴ്സ്, സെക്കൻഡ് ഫോഴ്സ് എന്താണ്? ഫോഴ്സ് ഓഫ് കൺസ്ട്രെയിൻറ്റ് ഡോട്ട് ഡെൽറ്റ ആർ ഐ വിച്ച് ഈസ് ഈക്വൽ ടു 0. പുട്ട് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 3. ഓക്കെ അല്ലേ? ഇക്വേഷൻ നമ്പർ 3 വരെ ഓക്കെ ആണ്. ഓക്കെ, നമ്മൾ ഇനി റെസ്ട്രിക്റ്റ് ചെയ്യാണ്. ഇഫ് വി റെസ്ട്രിക്ട് ദ സിസ്റ്റം ഫോർ വിച്ച് ദ വെർച്വൽ വർക്ക് ഓഫ് ദ ഫോഴ്സസ് ഓഫ് കൺസ്ട്രെയിൻറ്റ് ഈസ് 0. നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യുകയാണ്. വെർച്വൽ വർക്ക് ഓഫ് ദ ഫോഴ്സസ് ഓഫ് കൺസ്ട്രെയിൻറ്റ് ഈസ് 0. ദാറ്റ് ഈസ് ഫോഴ്സസ് ഓഫ് കൺസ്ട്രെയിൻറ്റ് ഡ്യൂ ടു ഉണ്ടാവുന്ന വെർച്വൽ വർക്ക് എന്താണ്? 0 ആണ്. ഇത് നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യുക മീൻസ് നമ്മൾ എവിടെ നിന്നും എടുത്ത് ചെയ്യല്ല. പ്രാക്ടിക്കലായിട്ട് ചെയ്ത ഒരുപാട് സൊല്യൂഷനിൽ ഈ ഒരു ഇക്വേഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്. റിജിഡ് ബോഡീൻ്റെ കേസിലും അങ്ങനെ ലാർജ് നമ്പർ ഓഫ് അതർ കൺസ്ട്രെയിൻസിൻ്റെ കേസിലും ഈ ഒരു ഇക്വേഷൻ എന്ത് ചെയ്യുന്നുണ്ട്? ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു സർഫസിലൂടെ പാർട്ടിക്കിൾ മൂവ് ചെയ്യാണ്, അല്ലെങ്കിൽ ഈ സർഫസിന് കൺസ്ട്രെയിൻ്റ് ആയിട്ട് പാർട്ടിക്കിൾ മൂവ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഫോഴ്സ് ഓഫ് കൺസ്ട്രെയിൻറ്റ് പെർപെൻഡിക്കുലർ ടു സർഫസും അതിൻ്റെ പാർട്ടിക്കിൾ മൂവ്മെൻറ്റ് ഈ ഒരു ഡയറക്ഷനിലും ആയിരിക്കും. അപ്പോൾ എഫ് ഐ ഡോട്ട് ഡെൽറ്റ ആർ ഐ എടുക്കുമ്പോൾ ഡോട്ട് പ്രോഡക്റ്റ് ആണ്, ഈ ആംഗിൾ 90 ആകുമ്പോൾ ഈ എഫ് ഐ ഡോട്ട് ഡെൽറ്റ ആർ ഐ എന്തായിരിക്കും? 0 ആയിരിക്കും. അങ്ങനെ ഒരുപാട് കേസിൽ ഇത് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യുകയാണ്. സിഗ്മ ഐ എഫ് ഐ ഡോട്ട് ഡെൽറ്റ ആർ ഐ ദാറ്റ് ഈസ് വെർച്വൽ വർക്ക് ഡ്യൂ ടു ദ ഫോഴ്സ് ഓഫ് കൺസ്ട്രെയിൻറ്റ് ഈസ് ടേക്കൺ ആസ് 0. ദെൻ നമ്മുടെ ഇക്വേഷൻ എന്തായിരിക്കും? ഈ സെക്കൻഡ് ടേം 0 ആകുമ്പം സിഗ്മ ഐ എഫ് ഐ ഓഫ് എ ഡോട്ട് ഡെൽറ്റ ആർ ഐ ഇസ് ഈക്വൽ ടു 0. ഓക്കെ അല്ലേ? എഫ് ഐ ഓഫ് എ ഡോട്ട് ഡെൽറ്റ ആർ ഐ ഇസ് ഈക്വൽ ടു 0 വിച്ച് ഈസ് ഇക്വേഷൻ നമ്പർ 4. അപ്പോൾ നമ്മൾ ഇനീഷ്യലി നമ്മൾ അസംഷൻ ചെയ്തത് എന്തായിരുന്നു? നമ്മുടെ ഫോഴ്സ് അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൻ്റെ മേലെ ദെർ ഇസ് നോ നെറ്റ് ഫോഴ്സ് അല്ലെങ്കിൽ ഇക്വിലിബ്രിയം ആണ് എന്നുള്ള ഒരു കേസിലാണ് നമ്മൾ തുടങ്ങിയത്. അപ്പോൾ ഫോർ ആൻ ഇക്വിലിബ്രിയം കേസിൽ നമുക്ക് കിട്ടിയ കണ്ടീഷനാണ് എന്ത്? ഫോർ ഇക്വിലിബ്രിയം ഓഫ് എ സിസ്റ്റം ദാറ്റ് ദ വെർച്വൽ വർക്ക് ഓഫ് ദ അപ്ലൈഡ് ഫോഴ്സ് ഈസ് 0. ഈ എഫ് ഐ ഓഫ് എ പറഞ്ഞാൽ അപ്ലൈഡ് ഫോഴ്സാണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ അപ്ലൈഡ് ഫോഴ്സ് മൂലം ഉണ്ടാകുന്ന വെർച്വൽ വർക്ക് എന്തായിരിക്കും? 0 ആയിരിക്കും. ഏത്? ഇക്വിലിബ്രിയം കണ്ടീഷനിൽ. ബട്ട് നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ അഗൈൻ പറഞ്ഞു ഡെൽറ്റ ആർ ഐ പറഞ്ഞാൽ ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് ആണോ? അല്ല, സാധാ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് ആണ്. ഈ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിന് നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയാൻ പറ്റുമോ? മേ ബി അത് ഇൻഡിപെൻഡൻ്റ് ആവാം ഓർ ഡിപ്പെൻഡൻ്റ് ആവാം. അപ്പോൾ നമുക്ക് ഇറ്റ് ക്യാൻ ബി ട്രീറ്റഡ് ആസ് നോട്ട് ലോങ്ങർ ബി ഇൻഡിപെൻഡൻറ്റ് അല്ലേ? ഓക്കെ അല്ലേ? കാരണം നമ്മൾ ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് ആണെങ്കിൽ അതെന്താവുള്ളൂ? ഇൻഡിപെൻഡൻ്റ് ആവുള്ളൂ. ഡെൽറ്റ ആർ ഐ എന്തല്ല? ഡിപ്പെൻഡൻറ്റ് അല്ല. അപ്പം ഇത് ഡിപ്പെൻഡൻ്റ് അല്ലെങ്കിൽ നമുക്ക് ആസ് യൂഷ്വൽ ഇങ്ങനെ എഴുതാം. എഫ് ഐ ഓഫ് എ നോട്ട് ഈക്വൽ ടു 0. ദ കോഎഫിഷ്യൻറ്റ് ഓഫ് ഡെൽറ്റ ആർ ഐ നോ ലോങ്ങർ ബി സെറ്റ് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് ഇൻ ജനറൽ എഫ് ഐ ഓഫ് എ നോട്ട് ഈക്വൽ ടു 0. അപ്പം ഈ ഒരു തിയറീനെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. പ്രിൻസിപ്പിൾ ഓഫ് വെർച്വൽ വർക്ക് എന്ന് പറഞ്ഞിരുന്നു. അതും തേർഡ് സെമ്മിൽ മീൻസ് ഡിഗ്രി തേർഡ് സെമ്മിൽ പഠിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പം പ്രിൻസിപ്പിൾ ഓഫ് വെർച്വൽ വർക്ക് അപ്പം അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പോകില്ല, നമുക്ക് DLM പഠിച്ചാൽ മതി. ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. ഇക്വേഷൻ 4 ഈസ് നോൺ ആസ് ദ പ്രിൻസിപ്പിൾ ഓഫ് വെർച്വൽ വർക്ക്. ദെൻ നമ്മൾ പറഞ്ഞു ഈ കോഎഫിഷ്യൻറ്റ് ഡെൽറ്റ ആർ ഐ എന്താണ്? ഈസ് നോട്ട് എ generalized coordinates which is not
അറ്റ് ഓൾ ഇൻഡിപെൻഡൻറ്റ്. അത് ഇൻഡിപെൻഡൻ്റ് അല്ല മീൻസ് എന്താണ്, ഇവിടെ സിഗ്മ ഐ ഒക്കെ വരുമ്പോൾ നമുക്കിവിടെ ഓരോ ടേമും, അതായത് ഡെൽറ്റ R1 F1 ഓഫ് എ പ്ലസ് ഡെൽറ്റ R1 പ്ലസ് F2 ഓഫ് എ ഡെൽറ്റ R2 പ്ലസ് എക്സെട്ര. അപ്പോൾ 2 പാർട്ടിക്കിളാണെങ്കിൽ വിച്ച് ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതല്ല ഇക്വേഷൻ. അപ്പോൾ ഈ ഡെൽറ്റ R1ഉം ഡെൽറ്റ R2ഉം ചിലപ്പം ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് നേരിട്ട് ഇതിൻ്റെ കോഎഫിഷ്യൻ്റ് എടുത്ത് 0 ആണെന്ന് എഴുതാൻ പറ്റില്ല. അപ്പം ജനറലി നമുക്ക് എങ്ങനെ എഴുതാം, എഫ് ഐ ഓഫ് എ നോട്ട് ഈക്വൽ ടു 0. ഓക്കെ, അപ്പം അത്രയുമാണ് എന്ത് പ്രിൻസിപ്പിൾ ഓഫ് വെർച്വൽ വർക്ക്. അപ്പം നമ്മൾ എന്താണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നതെന്ന് ഡി-അലംബർട്ട്സ് പ്രിൻസിപ്പിളായിരുന്നു പ്രൂവ് ചെയ്തിരുന്നത്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ ഒരു പ്രോബ്ലം വന്നുകൊണ്ട് ഡി-അലംബർട്ട്സ് ലോ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റിവേഴ്സ് ഫോഴ്സിൻ്റെ ഒരു കോൺസെപ്റ്റ് എടുത്തു. അപ്പം ഡി-അലംബർട്ട്സ് ചെയ്ത കോൺസെപ്റ്റ് പറഞ്ഞാൽ എഫ് ഐ ഇസ് ഈക്വൽ ടു പി ഐ ഡോട്ട് എന്നുള്ള ഒരു പി ഐ ഡോട്ട് ഈസ് ദ റിവേഴ്സ് ഫോഴ്സ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് എന്നാണ് ഡി-അലംബർട്ട് ലോ പ്രൂവ് ചെയ്തത്. ഇങ്ങനെ എടുക്കാനുള്ള കാരണം എന്താ വെച്ചാൽ ഇവിടെ പറഞ്ഞല്ലോ ഡെൽറ്റ ആർ ഐ എന്താണ് നോ ലോങ്ങർ ബി ഇൻഡിപെൻഡൻറ്റ്. അപ്പോൾ ഈ ഡെൽറ്റ ആർ ഐ ഇൻഡിപെൻഡൻ്റ് ആവില്ല. അപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ജനറലൈസ്ഡ് കോർഡിനേറ്റ്സിലെ ക്യു ഐയിലേക്ക് നമുക്കിത് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ക്യു ഐ എന്താണ് ഇൻഡിപെൻഡൻ്റ് ആണ്. ഡിപ്പെൻഡൻറ്റും ഇൻഡിപെൻഡൻറ്റും എൻ്റെ വേർഡിൽ നിന്ന് മാറിപ്പോകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. എന്തായാലും നിങ്ങളുടെ മനസ്സിൽ അത് വേണം. ഡി ആർ ഐ പറഞ്ഞാൽ സാധാ കോർഡിനേറ്റ്സ് ഇൻഡിപെൻഡൻ്റ് അല്ല, ഡിപ്പെൻഡൻ്റ് ആണ്. ക്യു ഐ ആണ് എന്ത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളത്. അങ്ങനെ ഡി-അലംബർട്ട്സ് ഒരു റിവേഴ്സ് ഫോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ദെൻ നമുക്ക് ഈ ഫേമസ് ആയിട്ടുള്ള ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് അറിയാം, എഫ് ഐ ഇസ് ഈക്വൽ ടു പി ഐ ഡോട്ട് എന്ന് പറയാം, ഓർ എഫ് ഐ മൈനസ് പി ഐ ഡോട്ട് ഇസ് ഈക്വൽ ടു 0. സാധാ ബേസിക് മാത്തമാറ്റിക്കൽ. അപ്പം ഈ ഒരു കേസിൽ ഡി-അലംബർട്ട് പറഞ്ഞത് അല്ലെങ്കിൽ വിച്ച് സ്റ്റേറ്റ് ദാറ്റ് ദ പാർട്ടിക്കിൾ ഇൻ ദ സിസ്റ്റം വിൽ ബി ഇൻ ഇക്വിലിബ്രിയം. ദ പാർട്ടിക്കിൾ ഇൻ ദ സ്റ്റേറ്റ് വിൽ ബി എൻ ഇക്വിലിബ്രിയം. അവിടെ നെറ്റ് ഫോഴ്സ് എന്തല്ല 0 അല്ല, ബട്ട് ദർ വിൽ ബി എ ഫോഴ്സ് ഈക്വൽ ടു ആക്ച്വൽ ഫോഴ്സ് പ്ലസ് എ റിവേഴ്സ് എഫക്റ്റീവ് ഫോഴ്സ്. നേരത്തെ പറഞ്ഞെന്താണ്, പാർട്ടിക്കിൾ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ അവിടുത്തെ നെറ്റ് ഫോഴ്സ് എന്തായിരിക്കും 0 ആയിരിക്കും എന്നാണ്. പക്ഷേ ഡി-അലംബർട്ട്സ് പറഞ്ഞത് ഇക്വിലിബ്രിയത്തിലാണ് കേസിൽ അവിടെ നെറ്റ് ഫോഴ്സ് എന്തല്ല 0 അല്ല, അവിടുത്തെ നെറ്റ് ഫോഴ്സ് എന്തായിരിക്കും ഒരു ആക്ച്വൽ ഫോഴ്സ് ഉണ്ട്, അതാണ് എഫ് ഐ. ഈ ആക്ച്വൽ ഫോഴ്സ് പ്ലസ് എ റിവേഴ്സ് എഫക്റ്റീവ് ഫോഴ്സ്. ഈ റിവേഴ്സ് എഫക്റ്റീവ് ഫോഴ്സ് ആണ് എന്ത് മൈനസ് പി ഐ ഡോട്ട്. ആക്ച്വൽ ഫോഴ്സ് പറഞ്ഞാൽ എഫ് ഐ പ്ലസ്, അതായത് ഇപ്പം എഫ് ഐ മൈനസ് പി ഐ ഡോട്ട് പറഞ്ഞാൽ എഫ് ഐ പ്ലസ് മൈനസ് പി ഐ ഡോട്ട് അല്ലേ, ഇതല്ലേ എഫ് ഐ മൈനസ് പി ഐ ഡോട്ട്. അപ്പം ഒരു സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ അക്കോർഡിംഗ് ടു ഡി-അലംബർട്ട്സ് ദ സിസ്റ്റം വിൽ ബി ഇൻ ഇക്വിലിബ്രിയം അണ്ടർ എ ഫോഴ്സ് ഈക്വൽ ടു ദ ആക്ച്വൽ ഫോഴ്സ് പ്ലസ് എ റിവേഴ്സ് എഫക്റ്റീവ് ഫോഴ്സ് വിച്ച് ഈസ് മൈനസ് പി ഐ ഡോട്ട്. ദെൻ നമുക്ക് നമ്മൾ പ്രീവിയസ് ആയിട്ട് എഴുതിയിട്ടുള്ള ഇക്വേഷൻ 1 യൂസിങ് ആക്ച്വൽ ഫോഴ്സ് പ്ലസ് എ റിവേഴ്സ് ഫോഴ്സ് യൂസ് ചെയ്തിട്ട് മാറ്റി എഴുതാം. ദെൻ അവർ ഇക്വേഷൻ ബിക്കംസ്, so our equation 1 എന്താവും, equation 1 becomes sigma I fi minus pi dot delta r is equal to 0. Put it as equation number 5. We have fi is the applied force plus force of constraint. Then we have to resubstitute fi as fi of a plus fi. Then equation 5 becomes sigma I fi of a plus fi minus pi dot delta r is equal to 0. On rearranging the equation, we get equation as sigma I fi of a minus pi dot delta r I plus sigma I fi dot delta r I is equal to 0. അപ്പം ഈ ഒരു ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് ഇവിടെ ഒന്ന് എക്സ്പാൻഡ് ചെയ്തു. ഈ 2 ടേം ഒരുമിച്ച് തന്നെ വെച്ചു. ഇതെന്താന്ന് പറയണ്ടായിരുന്നോ, എഫ് ഐ ഓഫ് എ പറഞ്ഞാൽ എന്തായിരുന്നു അപ്ലൈഡ് ഫോഴ്സും, എഫ് ഐ എന്ന് പറഞ്ഞാൽ ഫോഴ്സസ് ഓഫ് കൺസ്ട്രെയിൻസും നേരത്തെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ദെൻ എഗെയിൻ നേരത്തെ നമ്മളൊരു കണ്ടീഷൻ പറഞ്ഞിരുന്നു, വെർച്വൽ വർക്ക് എന്താ ഡ്യൂ ടു കൺസ്ട്രെയിൻറ്റ് ഫോഴ്സ് എന്തായിരുന്നു 0 ആയിരുന്നു. അല്ലെങ്കിൽ അത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്താണ്. ദിസ് സെക്കൻഡ് ടൈം ബിക്കംസ് വാനിഷസ് ഓർ നോ ലോങ്ങർ ബി 0. അപ്പോൾ ഇത് എക്സിസ്റ്റ് ചെയ്യില്ല. അപ്പോൾ നമ്മൾ ഈ സെക്കൻഡ് ടൈം എന്ത് ചെയ്തു, വാനിഷ് ചെയ്തു. ദെൻ അപ്പോൾ നമുക്ക് ബാക്കി എന്താ കിട്ടുക, അപ്പം ഈ ഒരു ടേം 0 ആകുമ്പോൾ ദെൻ ബാക്കി നമുക്ക് കിട്ടുക സിഗ്മ ഇ എഫ് ഐ ഓഫ് എ മൈനസ് പി ഐ ഡോട്ട് ഓഫ് ഡെൽറ്റ ആർ ഐ ഇസ് ഈക്വൽ ടു 0. പുട്ട് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 6. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഡി-അലംബർട്ട്സ് പ്രിൻസിപ്പിൾ എന്ന് പറയാം. ഡി-അലംബർട്ട്സ് പ്രിൻസിപ്പിൾ.
ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ പറഞ്ഞു ഇവിടെ അപ്ലൈഡ് ഫോഴ്സിൻ്റെ ഈ ഒരു സബ്സ്ക്രിപ്റ്റ് എപ്പോഴും എഴുതണം എന്നില്ല. ദെൻ വിച്ച് ക്യാൻ ബി എഴുതാം. ആ ഒരു സബ്സ്ക്രിപ്റ്റ് നമുക്ക് ഒഴിവാക്കാം. FI മൈനസ് PI ഡോട്ട് ഡെൽറ്റ RI is equal to 0 which is the D'Alembert's principle. അപ്പോൾ D'Alembert's principleൻ്റെ പ്രൂഫാണ് ഇത്രയും പറഞ്ഞത്. പിന്നെ ഞാൻ ഇതിൽ പറയാൻ വിട്ട ഒരു കാര്യം പറഞ്ഞാൽ ഡയറക്റ്റായിട്ട് റിവേഴ്സ് ഫോഴ്സിൻ്റെ കാര്യത്തിൽ നമുക്ക് FI is equal to PI ഡോട്ട് എന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്ന് പറഞ്ഞില്ലേ. ഈ PI ഡോട്ട് ഫ്രം ന്യൂട്ടൻ്റെ ലോസ് എന്നാണ് കിട്ടിയത്. അതിൽ ഈ PI ഡോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, dP/dt ആണ് കേട്ടോ. അപ്പം ഈ ക്ലാസിക്കൽ മെക്കാനിക്സിൽ ഈ ഡെറിവേറ്റീവ് ഇങ്ങനെ എടുത്തെഴുതൂല, നമ്മൾ ഡോട്ട് പറഞ്ഞ് റെപ്രസെൻ്റ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ ഡോട്ട് എന്ന് പറഞ്ഞ് റെപ്രസെൻ്റ് ചെയ്യുന്നത് എപ്പോഴും ഡെറിവേറ്റീവ് വിത്ത് d/dt. അപ്പോൾ PI ഡോട്ട് പറഞ്ഞാൽ dP/ഡോട്ട്. ഇനി അവിടെ ഡബിൾ ഡോട്ട് ഉണ്ടെങ്കിൽ എന്താണ്, P ഡബിൾ ഡോട്ട് ഉണ്ടെങ്കിൽ d²/dt² ഓഫ് P. അപ്പോൾ ഈ ഒരു കാര്യം എപ്പോഴും ഓർമ്മയിലിരിക്കുക. അപ്പം ഞാനത് പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഡോട്ട് പറഞ്ഞാൽ വീണ്ടും ഇങ്ങനെ d/dt എന്നൊക്കെ എഴുതാൻ നമുക്ക് കഴിയില്ല. നമ്മുടെ ലഗ്രാഞ്ചസ് ഇക്വേഷനിൽ തന്നെ ഡോട്ടുകൾ വരും. ഡബിൾ ഡോട്ട് വരെ വരാറുള്ളൂ. പിന്നെ നെറ്റിൻ്റെ പ്രോബ്ലംസിലൊക്കെ ട്രിപ്പിൾ ഡോട്ട് വരെ പോകും. അപ്പോൾ നമുക്ക് മാക്സിമം ഡബിൾ ഡോട്ട് വരെ ഡിസ്കസ് ചെയ്യാനുള്ളൂ. ഡബിൾ ഡോട്ട് മീൻസ് d²/dt². വിത്ത് റെസ്പെക്ട് ടു ടൈം ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ മാത്രമേ ഡോട്ട് എടുക്കുള്ളൂ. അതായത് d/dxനൊന്നും ഡോട്ട് എടുക്കില്ല. അതും കാര്യം ഓർത്ത് വെക്കുക. അപ്പോൾ ആ കാര്യം എപ്പോഴും ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഇത്രയാണ് D'Alembert's പ്രിൻസിപ്പിൾ. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ലഗ്രാഞ്ചസ് ഇക്വേഷനും കൂടെ ഇതിൻ്റെ കൂടെ ഉള്ളതാണ്. അതും കൂടെ ഈ ടോപ്പിക്കിൽ കൊള്ളുമെന്ന് അറിയില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എന്തായാലും അത് ഞാൻ അടുത്ത വീഡിയോ ആയിട്ടാണ് എടുക്കുന്നത്. ഇപ്പം തന്നെ ലെങ്ത് ഏകദേശം 17 minutes ആവുന്നുണ്ട്. അപ്പം ഞാൻ ഇത്രയും D'Alembert's ലോ വെച്ചിട്ട് ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം നന്നായിട്ട് പഠിക്കുക. ദെൻ D'Alembert's നെക്സ്റ്റ് നമുക്ക് ലഗ്രാഞ്ചസ് ഇക്വേഷൻ നെക്സ്റ്റ് വീഡിയോയിലായിട്ട് ചെയ്യാം. Okay, thank you.